ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലാലിഗയുടെ ഒരു ഗെയിം നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങളിത് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫയൽ മാത്രമാണുള്ളത്. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി സാർച്ചിവർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സാർച്ചിവർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് 293 MB ആണ് ഈ ഫയലിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്മോൾ ലെറ്ററിൽ തന്നെ അടിച്ചു കൊടുക്കുക. എ ആൻഡ് ടെക്സ് യൂട്യൂബ് എന്ന് കറക്റ്റായി അടിച്ചു കൊടുക്കുക, സ്മോൾ ലെറ്ററിൽ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് എക്സ്ട്രാക്റ്റ് ആകത്തുള്ളൂ. ആൻഡൊക്കെ നമ്മൾ അതുപോലെ അടിച്ചേക്കുന്ന പോലെ തന്നെ അടിക്കുക. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആകാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ്ട് എക്സ്ട്രാക്റ്റ് ആറായിട്ടുണ്ട്. അപ്പം എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും, ലാലിഗ 2021. അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്കിങ്ങനെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ APK ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ ഡൺ കൊടുക്കുക. അതിനുശേഷം ആദ്യം തന്നെ നിങ്ങൾ OBB എടുക്കുക. എന്നിട്ട് ഇതിൽ OBB എന്ന ഫോൾഡർ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് OBBയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് പേസ്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പേസ്റ്റ് ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അത് പേസ്റ്റ് ആയിട്ടാണ്. എനിക്കിവിടെ ലാലിഗയുടെ പടം കാണിച്ചിട്ട് confirstouchgames.fts15 എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും വായിക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡിൽ പോയതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾ ആ ഡേറ്റ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അതുപോലെ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതും അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കോപ്പി എടുക്കുക. ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ SD കാർഡിലാണ് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫോൺ ഇപ്പോൾ SD കാർഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കോപ്പി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുത്തൻ കിറ്റ്സൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലാലിഗയുടെ ഗെയിം എന്ന് പറയുമ്പോൾ ലാലിഗ മാത്രമേ കിട്ടുള്ളൂ ഞാൻ പറയുന്നില്ല. എല്ലാ ലീഗ്സും അവൈലബിൾ ആണ്. എങ്കിലും ലാലിഗ പോലെ ടൂർണമെൻറ്റ്സ് ഒക്കെ കളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിത് പേസ്റ്റ് ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും അങ്ങനെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഗെയിം ഓപ്പൺ ആക്കാം. എനിക്കിവിടെ confirstouchgames ലാലിഗയുടെ ചിഹ്നമൊക്കെ കൊടുത്ത് കാണാം. നമുക്കിത് ഗെയിം ഓപ്പൺ ആക്കി നോക്കാം. എനിക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഗെയിമിൻ്റെ ചിഹ്നം, ലാലിഗയുടെ ചിഹ്നം എനിക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഗെയിമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ടീമുകളുടെയൊക്കെ കിറ്റാണ്. നമുക്ക് ലാലിഗയിൽ ടീമുകളുടെയൊക്കെ കിറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ 2021 കിറ്റ് തന്നെയാണെല്ലാം. നിങ്ങൾക്ക് പുറകെ കാണാൻ സാധിക്കും. ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡാകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ലാലിഗ 2020 കാണാൻ സാധിക്കും. ടച്ച് കണ്ടിന്യൂ കൊടുക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എക്സിബിഷൻ മാച്ച് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ടീമിനെ എടുത്ത് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രൗണ്ടൊക്കെ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായി നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ കസ്റ്റം ഡാറ്റയിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീമിൻ്റെ എല്ലാ കിറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. സീറിയ എടുത്തിട്ട് നിങ്ങൾക്ക് ലാലിഗ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിറ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കിറ്റെല്ലാം. ബാഴ്സലോണയുടെ ഒക്കെ കിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മെസ്സിയുടെ ഒക്കെ മുഖം ഏകദേശം ഇതുപോലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീമുകളുടെയും കിറ്റ് ഇതുപോലെ നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഓരോ ടീമിൻ്റെയും കിറ്റ് ഇവിടെ കാണും. റിയൽ മാഡ്രിഡിൻ്റെ കിറ്റൊക്കെ കറക്റ്റ് അതേ കിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് കിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ടൂർണമെൻറ്റ് ലാലിഗ കളിക്കാൻ നോക്കാം. അത് നിങ്ങൾ ഗെയിംസ് മോഡ് പോകുക, എന്നിട്ട് ടൂർണമെൻറ്റ് മോഡ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് ലാലിഗ എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും മേളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാലിഗ സാൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ടീമിനെ എടുക്കാൻ പറയും. ഞാനിപ്പോൾ ബാഴ്സലോണ എടുക്കുകയാണ്. ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ പ്ലേ മാച്ച് എന്നല്ല അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജേഴ്സി ഒക്കെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ജേഴ്സിയും നമ്മൾ പ്ലേയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ മാച്ച് സ്റ്റാർട്ടാകുന്നതാണ്. ഞാൻ കാണിച്ചു സ്റ്റേഡിയം ചെറിയ റിപ്ലൈ ഒക്കെയാണ്. നിങ്ങളുടെ എത്ര കാണാൻ സാധിക്കും എത്രമാത്രം ഗ്രാഫിക്സ് ആണ് ഗെയിമിനുള്ളതെന്ന്. അപ്പോൾ ഇൻസ്റ്റാൻറ്റ് റിപ്ലൈയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ മനസ്സിലാവുന്നതാണ്. കിറ്റ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബാഴ്സലോണ പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാം കറക്റ്റാ കിറ്റ് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പ്ലേയേഴ്സിൻ്റെ ഇതുമെല്ലാം കറക്റ്റായിട്ട് ആ പൊസിഷൻ വന്നിട്ടുണ്ട്. ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗെയിം ഉള്ളത്. അപ്പോൾ വീഡിയോക്ക് ഇച്ചിരി ലെന്ത് കൂടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ഇത് ലെന്താണ്. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഗെയിമിൻ്റെ മോഡൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.